വല്ലാത്തൊരു തള്ളന്നെയാണല്ലോ അത്. ഇമ്മച്ചിയെ, ആ എന്താണ്? ഞങ്ങൾക്ക് എന്താ പെരുന്നാൾക്ക് ഡ്രസ്സ് വാങ്ങി തരാത്ത? ആ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പച്ചി വിളിച്ചിട്ട് 2 ദിവസമായി, പൈസ അയച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് എന്തായാലും നാളെ ഡ്രസ്സ് മേടിച്ചു തരണം. ആ ഞാൻ ഇപ്പച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഈ പ്രാവശ്യം എനിക്ക് 3 ഡ്രസ്സ് വേണം. ആ രണ്ടാക്കും പൈസ വന്ന് അപ്പൊ വാങ്ങിത്തരാ. പെരുന്നാളാവാനായില്ലേ, കടയത്തെ കളക്ഷനൊക്കെ തീർന്നിട്ടുണ്ടാവും. ആ മനസ്സിലായി, ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നാളെ മറക്കണ്ട, വാടാ. പലചരക്കൊക്കെ തീർന്നും തുടങ്ങിയല്ലോ. ഇക്കെന്താന്നാവോ പൈസ അയക്കാത്തത്? മൂപ്പരെന്തോ പൈസ അയക്കാത്തത്? തല ഒന്ന് വിളിച്ചോക്കാം. ഹലോ ഷെഫാക്ക, നിങ്ങൾ എന്താ പൈസ അയക്കാത്തത്? എന്നാ പിന്നെ വിളിച്ചിട്ടെങ്കിലും ഒന്ന് ഫോൺ എടുത്തൂടെ? ഇവിടെ മക്കളാകെ പ്രശ്നത്തിലാണ്, ഡ്രസ്സ് എടുക്കാനിട്ട്. ഞാൻ എന്താ ചെയ്യുക? മാത്രമല്ല ഇവിടുത്തെ പലചരക്കും സാധനങ്ങളും ഗ്യാസൊക്കെ തീരാനായി. ഇതൊക്കെ കൂടി ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ പറയും. എന്താ നിങ്ങൾ പൈസ അയക്കാത്തപ്പോഴും? എന്തിനാ 2 ദിവസം? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്നാ പൈസ അയച്ചൂടെ? ഞാനിതെന്താ ചെയ്യുക? 2 ദിവസം കൊണ്ട് 2 ദിവസം. ഓ 2 ദിവസങ്ങൾ എന്തെങ്കിലും ചെയ്യും. എന്തൊരു കഷ്ടാണ് ഈ മിമോനെ. ഇപ്പച്ചി പൈസ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടാവും. ഉമ്മച്ചി വെറുതെ പറയാവും. എന്റെ ഫ്രണ്ട്സൊക്കെ ഡ്രസ് മേടിച്ച ആടെ എൻ്റെ ഫ്രണ്ട്സ് വാങ്ങിക്കുന്നു. അവരിപ്പോ ഗ്രൂപ്പിലിടാൻ തുടങ്ങി ഫോട്ടോ. ഉമ്മച്ചി വാങ്ങി തരാതെ ഇരിക്കൂല. ആ നമുക്ക് നാളെയും കൂടി നോക്കാം. ഹലോ, ബാങ്കിൽ നിന്നോ? EMI അടച്ചിട്ടില്ലയെന്നോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. മൂപ്പര് എല്ലാ തവണ കറക്റ്റ് അടക്കണാണല്ലോ. വിളിച്ചാൽ കിട്ടൂല, മൂപ്പര് മെസ്സേജ് അയച്ചാലേ കിട്ടുള്ളൂ. എന്തേലും തിരക്കിൽ പെട്ടുപോയതായിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് പറയട്ടാ, വിളിക്കുമ്പോൾ പറയാം. ഹലോ ഷെഫാക്ക, എന്താ നിങ്ങൾക്ക് പറ്റിയേ? നിങ്ങൾ ക്യാഷും അയച്ചിട്ടില്ല, അപ്പോൾ അതാ ബാങ്കിൽ നിന്ന് വിളിയും വന്നിക്കണ EMI തെറ്റിയെന്ന് പറഞ്ഞു. ഇല്ലടി, ഒന്നുമില്ല. എന്താണെങ്കിലും പറയും. നിങ്ങൾ കാര്യം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് എന്താ കാര്യമോ? എനിക്കിപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ അറിയാലോ, യുദ്ധവും കാര്യങ്ങളും. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കൻ കമ്പനിയിലുമാണല്ലോ. അവരിപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഞങ്ങളോടൊക്കെ നാട്ടിലോട്ട് പോകാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വന്നൂടെ? എനിക്കറിയാലോ, ഇപ്പോൾ നാട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന് തന്നെ വലിയൊരു എമൗണ്ട് വേണം. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ എമൗണ്ടിൽ തന്നെ കുറച്ച് പെൻഡിങ് അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് PMI കാര്യങ്ങളൊക്കെ മുടങ്ങിയതും നിങ്ങൾക്ക് പൈസ അയക്കാണ്ടിരിക്കുകയും ചെയ്തത്. ശരി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ? നിങ്ങളോട് രണ്ടാളോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മച്ചിയെ? നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ദുബായിൽ യുദ്ധം നടക്കുന്ന കാര്യം. പച്ചി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പച്ചിൻ്റെ ജോലിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതാണ് പച്ചി പൈസ ഒന്നും അയക്കാത്തത്. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ മച്ചിയെ. പക്ഷെ നിങ്ങൾ രണ്ടാളും ടെൻഷൻ ആവണ്ട. പെരുന്നാൾക്കുള്ള ഒരു ഡ്രസ്സ്, ഈ വള പണയം വെച്ചിട്ട് ഞാൻ വാങ്ങിത്തരാം. തൽക്കാലം 1 ഉണ്ടാകുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ 3 ഒന്നും ഇപ്പോൾ വാങ്ങിത്തരാൻ വയ്യ കേട്ടോ. സാരല്ലേ മച്ചിയെ, ഞങ്ങൾക്ക് ഈ പെരുന്നാൾക്ക് ഡ്രസ്സ് വേണ്ട. ഞങ്ങൾ ഇടാത്ത ഡ്രസ്സ് ഉണ്ടല്ലോ, അത് മതി. ഈ പ്രശ്നം തീരുന്ന വരെ എല്ലാ കാര്യത്തിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ രണ്ടാളും കൂടി കളിക്ക്, ഞാൻ അടുക്കളയിക്കോട്ടെ. എടാ, ഈ മച്ചി പറഞ്ഞ കേട്ടാ? ഞാൻ കേട്ട്. എടാ, നമുക്ക് ഈ പ്രാവശ്യം ഡ്രസ്സ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടാ? അത് ഞാൻ കേട്ടല്ലോ. എടാ, നമുക്ക് ഈ പ്രാവശ്യം മച്ചിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്താലോ? എല്ലാ പ്രാവശ്യം മേടിച്ചു തരണല്ലേ? ഈ പൈസ ഉണ്ട് ഇഷ്ടത്താത്ത. എടാ, നമുക്ക് മണി ബോക്സിൽ ക്യാഷ് എടുത്ത് വാങ്ങാം. പക്ഷെ ആര് വാങ്ങും? ഇതിപ്പോ നമ്മുടെ പച്ചിന്റെ ഫ്രണ്ട് രാജേഷ് ഏട്ടനോട് പറഞ്ഞാലോ? അത് കൊള്ളാജിനെ വിളിച്ചോ. ഹലോ, രാജേഷ് ഏട്ടനല്ലേ? ഇതിപ്പോൾ ആരാണാവോ ഈ നേരത്ത്? ആരിത്? രാജേഷ് ഏട്ടനോ? ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? വരും, കയറിയിരിക്കും. രാജേഷ് ഏട്ടൻ ഇരിക്കും, ഞാൻ വെള്ളം എന്തെങ്കിലും എടുക്കാം. ഹായ് രാജേഷ് ഏട്ടാ. മക്കള് വാ, ഇവിടെ ഇരിക്കി. എന്താ വീട്ടിലെ വിശേഷം? വീട്ടിലെ വിശേഷം അവിടെ നിൽക്കട്ടെ. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിന്റെ കുട്ടികൾ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ. അതിന് മക്കളെന്താ പറഞ്ഞേ? എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞിരിക്കണം. നിന്റെ കെട്ടിയോനെ എൻ്റെ ചങ്കാണ്. അവൻ്റെ അഭിമാന പ്രശ്നം കാരണം അവൻ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കല്യാണം മുതൽ എല്ലാ കാര്യത്തിനും കൂടുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ നിന്റെ കയ്യിലെ വള ഊരി വിൽക്കാൻ പോവാണ്. നിന്റെ മക്കൾ വിളിച്ചിട്ട് ഒരു തൊണ്ട് പൊട്ടിച്ച കാശായിട്ട് എൻ്റെ ഉമ്മച്ചിക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചങ്കാണ്ട് പൊട്ടിപ്പോയി. അത് പിന്നെ രാജേഷ് ഏട്ടാ, ഈ സംഭവം ഞാൻ ഇന്നലെ തന്നെ അറിയുന്നത്. മൂപ്പര് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് കുറച്ച് പലചരക്ക് സാധനങ്ങളും അനക്കും കുട്ടികൾക്കും പെരുന്നാക്കുള്ള ഡ്രസ്സാണ്. ഇതൊന്നും വേണ്ടായിന്ന് രാജേഷ് ഏട്ടാ. കുറച്ചും കൂടി സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് രാവിലെ എത്തിച്ചേരും. ഇഷമോളെ, ഇത് നിനക്കും എമ്മിമോനുള്ള പെരുന്നാൾ പൈസയാണ്. രാജേഷ് ഏട്ടൻ പോയിട്ട് വരാട്ടോ. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും
വിളിച്ചോണ്ടി. ഒരു ഫോൺ കോളിനപ്പുറം രാജേഷ് ഏട്ടൻ നിങ്ങളുടെ കൂടെ ഉണ്ട്.